1 കപ്പ് അവല് മിക്സിയുടെ ജാറിലിട്ട് നോക്കൂ. കറുമുറാ കടിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചായക്കടി കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത്. കാണാനൊക്കെ എന്താ മൊഞ്ചില്ലേ, ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ഉൾവശം നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം നമുക്ക് കിട്ടുക. എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല കേട്ടോ, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളെടുത്ത് അതിലോട്ട് 1 കപ്പ് മട്ടവലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏത് അവൽ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. മട്ടവലാകുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിയാണ് അല്ലേ. അപ്പോൾ ഞാനിതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അവലൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഈ കുതിർത്തെടുത്ത അവൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. ഒരുപാട് അരച്ചെടുക്കല്ലേ, ജസ്റ്റ് ഒന്ന് കട്ട് പൊടിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഒറ്റ കറക്കൽ അത്ര മാത്രം മതി, വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള അവൽ ഒരു ബൗളിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ്. സിമ്പിൾ റെസിപ്പിയാണ്. മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയങ്ങളിലൊക്കെ ഇതുപോലെയൊക്കെ ഒരു ഐറ്റം, ഒരു ഗ്ലാസ് ചായ ഉണ്ട് പിന്നെ പറയണ്ട കേട്ടോ, ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ അവരൊക്കെ കഴിക്കും. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് 1/2 കപ്പോളം കടലമാവിൻ്റെ പൊടിയാണ്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. അരിപ്പൊടിയൊക്കെ ചേർക്കുമ്പോഴേ നമ്മൾ ഈ ഒരു പലഹാരം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. 1 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുകയാണ്. ഒപ്പം തന്നെ 2 പച്ചമുളക് ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞതും, 2 തണ്ട് കറിവേപ്പിൻ്റെ അരിഞ്ഞെടുത്തതും, അതുപോലെ തന്നെ നമ്മളെ മല്ലിച്ചപ്പിന് പ്രത്യേക ഒരു അളവില്ല കേട്ടോ, കൂടുതൽ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല, ഇച്ചിരി കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇവയെല്ലാം ചേർത്തിട്ട് ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ കേട്ടോ, നമ്മുടെ ആ മസാലയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ എത്തിക്കിട്ടട്ടെ. അപ്പോൾ ആദ്യം നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ തിരുമ്മിയെടുക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ. നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചായക്കടി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാവരും കാണട്ടെ, നല്ല ഈസിയാണ്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയട്ടെ. അപ്പോൾ അതാ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. അവൽ നമ്മൾ ക്രഷ് ചെയ്ത സമയത്ത് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏകദേശം 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ മാവൊന്ന് റെഡിയാക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് അങ്ങ് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ, കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരത്തിന് അത്യാവശ്യം നല്ല കളറ് കിട്ടും. ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1.5 ടീസ്പൂണൊന്നും ചേർക്കല്ലേ, ഞാൻ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര 1.5 ടീസ്പൂൺ ചേർത്തത്. നല്ല രീതിയിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇതുപോലെ നമുക്കിങ്ങനെ എണ്ണയിലോട്ട് നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റണം. ആ ഒരു സമയം വരെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്ന് കരുതിയിട്ട് ഒരുപാട് ലൂസാക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഏകദേശം നമ്മുടെ മാവിടെ റെഡി ആയിട്ടുണ്ട്. കൈയൊക്കെ ഒന്ന് കഴുകി വന്നിട്ട് ഇതുപോലെ നുള്ളിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. ഒരുപാട് ലൂസല്ല, എന്നാൽ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ ജസ്റ്റ് വെള്ളത്തിൻ്റെ ഒരു അംശമുള്ള പോലെ ഉണ്ട് കേട്ടോ. നല്ല ഡ്രൈ ആയിട്ട് എടുക്കരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നല്ല ഡ്രൈ കല്ല് പോലെ ആയിരിക്കും. ഒന്ന് വെള്ളത്തിൽ ജസ്റ്റ് ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് കയ്യിലിടുമ്പോൾ ഇങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടണം. ഇനി നമ്മളിതൊരു കടായിലോട്ട് അല്പം എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഏത് എണ്ണയിലും നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഇത് നമ്മൾ വറുത്ത് വരേണ്ടത്. ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കുക. ഒരുപാട് വലിപ്പം കൂട്ടേണ്ട, കുഞ്ഞാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഇതൊന്ന് വീർത്ത് നിൽക്കും. ഇപ്പോൾ ചിലർ ബേക്കിംഗ് സോഡ ചേർക്കാറുണ്ട്. താല്പര്യമുള്ളവർക്ക് ഒരു നുള്ളി ബേക്കിംഗ് സോഡ ചേർക്കാണ്. നമ്മളതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒന്നുകൂടി സോഫ്റ്റ് ആവണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാം.
ഞാനിത് എങ്ങനെ ഉണ്ടാക്കി വെച്ചാലും അത് പെട്ടെന്ന് കഴിയും കേട്ടോ, അത്ര രുചിയാണ്. പിന്നെ ബേക്കിംഗ് സോഡൻ്റെ ഒന്നും ആവശ്യമില്ല. അതാ നന്നായിട്ടൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്നും ഒരു ഭാഗം മുരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കുക. മറ്റേതിങ്ങനെ പൊട്ടി എണ്ണയിലിങ്ങനെ പരതി നടക്കും. ഈ ഒരു സമയത്ത് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു ഇളക്കി കൊടുക്കുന്ന സമയം തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നന്നായിട്ട് വീർത്ത് വരുന്നുണ്ടല്ലോ, കണ്ടോ? നല്ല വീർത്ത് ഗുണ്ട് മണി പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കറക്റ്റ് അല്ലേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ ഈ ഒരു സമയത്ത് നന്നായിട്ട് കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ എണ്ണയിൽ നിന്നും ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. നല്ല ഡ്രൈ ആയിട്ടായിരിക്കും ഈ ഒരു പലഹാരം ഉണ്ടാവുക കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ കേട്ടോ, നിങ്ങളെല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും മറക്കരുത്. നല്ല സൂപ്പറായിട്ട് ഇത് കോരി മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് ട്രിപ്പും ഇതുപോലെ നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒരുപാട് വലിപ്പം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ നുള്ളുന്ന സമയത്ത് അത്യാവശ്യം വലുതായിട്ടൊക്കെ വരുന്നുണ്ട്. കുഞ്ഞായിട്ട് എടുക്കുമ്പോഴാണ് കഴിക്കാനും ടേസ്റ്റ്. ഇതുപോലെ തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. സിമ്പിളല്ലേ ഈ റെസിപ്പി? അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലീസൊക്കെ അല്ലേ വാട്സപ്പിലൊക്കെ, എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. അവലൊക്കെ വെച്ചിട്ട് ഈ ഒരു ഐറ്റം ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എവിടെയും ഫ്ലോപ്പ് ആവില്ല. കാണാനും നല്ല ഭംഗിയാണ്, ഇത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ്. ചെറിയ തട്ടുകടയൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. അവർക്കൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും. എല്ലാവരും വാങ്ങി കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാ ഓരോന്നും നുള്ളി അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കണേ. ഒരിക്കലും തീ കുറച്ച് വെക്കരുത്. അങ്ങനെയാവുമ്പോൾ എണ്ണയൊക്കെ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്യാവശ്യം തീയിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോളേ അവൽ വെച്ചിട്ട് പല അടിപൊളി ഐറ്റംസുകളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഐറ്റം അധികം ആരും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല, കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് നിങ്ങൾ റെഡിയാക്കി നോക്കിയിട്ട് എന്തായാലും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ അതാ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് സൈഡാകുമ്പോഴേക്കും മറ്റേ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. വറുത്ത് കോരി ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളുണ്ടല്ലോ അതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, അതുപോലെ തന്നെ പച്ചമുളക്. ഇനിയിപ്പോൾ വറ്റൽമുളക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടാം. അങ്ങനെ ആകുമ്പോൾ ആ ഒരു കറിവേപ്പിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഈ ഒരു പലഹാരത്തിലോട്ട് നല്ല രീതിയിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഞാനിതൊരു 3-4 തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു 3 പച്ചമുളക്, 3-4 പച്ചമുളകൊക്കെ നമുക്ക് ചേർക്കാം. അതിലൊന്നും ഇപ്പോൾ 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വറ്റൽമുളക് ആവശ്യമുള്ളവർക്ക് വറ്റൽമുളകും ചേർക്കാം. അപ്പോൾ ഒരു ചെറിയ എരിവും അതിൻ്റെ ആ ഒരു മുരിഞ്ഞ സ്മെല്ലൊക്കെ നമ്മുടെ പലഹാരത്തിന് കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എത്രത്തോളം മുരിഞ്ഞിട്ടാണ് ഇത് നമുക്ക് കിട്ടിയതെന്ന്. പിന്നെ അതിൻ്റെ താഴെ വെച്ച പാത്രം ഒന്ന് നോക്കട്ടോ, കണ്ടോ? എണ്ണ ഉറ്റിയിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാനും എളുപ്പമാണ്. ചായയൊക്കെ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ചായക്കടി. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല, പച്ചമുളകൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കണ്ടല്ലോ, ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ആ ഒരു കറിവേപ്പിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അതിലോട്ട് നന്നായിട്ട് തന്നെ ഇറങ്ങിക്കോളും. അപ്പോൾ അത് ഒരു കപ്പ് അവൽ വെച്ചിട്ട് കേട്ടോ, ഒരു കൊട്ട നിറയാണ് നമ്മളിത് റെഡിയാക്കിയിട്ടുള്ളത്. കാണുന്നുണ്ടല്ലോ. നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റാണ് ഉൾവശം, പുറമേ നല്ല ക്രിസ്പിയാണ്. കറുമുറ അങ്ങനെ കടിച്ച് കഴിച്ചാൽ മതി. കണ്ടോ, കൈ വെച്ചിട്ട് ജസ്റ്റ് അമർത്തുമ്പോഴേക്കും കണ്ടല്ലോ. അപ്പോൾ നല്ല ഹാർഡായിട്ട് ഫസ്റ്റ് ട്രിപ്പിൽ നിങ്ങൾ പൊരിച്ച് കോരുന്ന സമയത്ത് നല്ല ഹാർഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല, പക്ഷേ നമ്മളത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവലിൻ്റെ കാര്യങ്ങളൊക്കെ മട്ടയല്ലേ, മട്ടവലൊക്കെ കുറച്ച് ഡ്രൈ ആയിട്ട് നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഒരു നുള്ള് ബേക്കിംഗ് സോഡ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മസ്റ്റായിട്ടും ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇതുപോലൊരു ചായയും ഒരു പ്ലേറ്റ് ഈ ഒരു പലഹാരം ഉണ്ട് എൻ്റെ പൊന്നോ. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല, ഇത് തന്നെ മതിയാവും കേട്ടോ. പിന്നെ എണ്ണയിൽ പൊരിച്ച പലഹാരമാണ്, അൺഹെൽത്തിയാണ് എന്നൊക്കെ തോന്നുന്നവരുണ്ടാവാം. എണ്ണയിൽ പൊരിക്കാത്ത എന്ത് പലഹാരമാണ് ടേസ്റ്റ് ഉള്ളതല്ലേ.
എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ പലഹാരത്തിന് ടേസ്റ്റും ഉള്ളൂ. അപ്പോൾ നമ്മൾ തവിടെണ്ണ അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണയൊക്കെ ചൂസ് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ നല്ല വിലയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ തവിടെണ്ണയിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ടേസ്റ്റും കൂടും, ഹെൽത്തിയാണ്, പിന്നെ ഒത്തിരി എണ്ണയൊന്നും കുടിക്കൂല. തവിടെണ്ണക്കും ഒരുപാടൊന്നും പൈസ കൊടുക്കേണ്ട, വെളിച്ചെണ്ണ അത്രയൊന്നുമില്ല, സൺഫ്ലവർ ഓയിലിൻ്റെ അതേ വില തന്നെയുള്ളൂ. പിന്നെ ഇപ്പോൾ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് തവിടെണ്ണൻ്റെ സ്മെല്ലൊന്നും ഒട്ടും ഇഷ്ടമല്ല എന്നൊക്കെയുള്ള ആൾക്കാർ കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയുള്ള തവിടെണ്ണ ബ്രാൻഡൊന്നും ഞാൻ പറയണില്ല, അതിന് എനിക്കൊരു പ്രത്യേക സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഹെൽത്തി ആണെന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഡോക്ടേഴ്സൊക്കെ. അപ്പോൾ പൊതുവേ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന നേരത്തൊക്കെ അതുപോലെയൊക്കെയുള്ള എണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.